നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ജൂൺ 21 ഞായറാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി ഇ.വി. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. തൊഴിൽപരമായ കാര്യങ്ങളിൽ ചില പ്രതിസന്ധികൾ നേരിടേണ്ടി വരാം. ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുകയോ സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഭക്ഷണകാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കാതെ ശ്രദ്ധിക്കുക. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായ കാര്യങ്ങളിൽ ക്ലേശങ്ങളും രോഗദുരിതങ്ങളും ഉണ്ടാകാം. ദാമ്പത്യ ജീവിതത്തിലും കുട്ടികളുമായുള്ള ബന്ധത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കുവാൻ സാധ്യത കാണുന്നു. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ഔദ്യോഗിക മേഖലയിൽ അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. സ്ഥാനക്കയറ്റത്തിനോ മറ്റ് ആനുകൂല്യങ്ങൾക്കോ സാധ്യതയുണ്ട്. കലാകാരന്മാർക്ക് അവരുടെ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ കാണുന്നു. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. തൊഴിൽ രംഗത്ത് ചില പ്രതിസന്ധികൾ നേരിടേണ്ടി വരാം. ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കാനോ സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാനോ സാധ്യതയുണ്ട്. ഭക്ഷണക്രമത്തിൽ ശ്രദ്ധക്കുറവ് കാരണം ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. തൊഴിൽ മേഖലയിൽ സ്ഥാനക്കയറ്റവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പുതിയ വാഹനം, വീട് എന്നിവ സ്വന്തമാക്കാൻ യോഗം കാണുന്നു. സുഹൃത്തുക്കളോടൊപ്പം ഉല്ലാസയാത്രയ്ക്ക് പോകാൻ അവസരങ്ങൾ ലഭിക്കും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. മാനസികമായ ബുദ്ധിമുട്ടുകൾ, തൊഴിൽപരമായ ക്ലേശങ്ങൾ, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുമായി പ്രത്യേകിച്ച് പങ്കാളിയുമായോ മക്കളുമായോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ധനനഷ്ടത്തിനും അപമാനത്തിനും സാധ്യത കാണുന്നു. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും അനുഭവിക്കുന്ന സമയമായിരിക്കും ഇത്. കുടുംബാംഗങ്ങളുടെയും പങ്കാളിയുടെയും കുട്ടികളുടെയും സുഖം വർദ്ധിക്കും. സഹോദരനിൽ നിന്നോ സഹോദര സ്ഥാനീയരിൽ നിന്നോ ഗുണാനുഭവങ്ങളോ സാമ്പത്തിക സഹായവുമോ പ്രതീക്ഷിക്കാവുന്നതാണ്. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. രുചികരമായ ഭക്ഷണം ആസ്വദിക്കാൻ സാധിക്കും. പ്രശസ്തിയും ബഹുമാനവും വർദ്ധിക്കും. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ സന്തോഷവും ഐക്യവും നിറഞ്ഞ അന്തരീക്ഷമുണ്ടാകും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. ജീവിത പങ്കാളിയുമായോ കുട്ടികളുമായോ വാക്കുതർക്കങ്ങൾ ഉണ്ടാകുവാനും മനസ്സമാധാനം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. വസ്തു സംബന്ധമായതോ മറ്റ് ഏതെങ്കിലും നിയമപരമായ കേസുകളിലോ പരാജയം നേരിടാൻ സാധ്യത കാണുന്നു. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. തൊഴിൽ ഭാരം വർദ്ധിക്കാനും സഹപ്രവർത്തകരുമായി ചെറിയ വാക്കുതർക്കങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. ജീവിത പങ്കാളിയോടും കുട്ടികളോടും വൈകാരികമായി പ്രതികരിക്കുന്ന സാഹചര്യങ്ങൾ വന്നേക്കാം. ഉദരരോഗം, ഭക്ഷണസുഖക്കുറവ് എന്നിവയെക്കുറിച്ച് ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ഇടയ്ക്കിടെ ഭാഗ്യാനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യത കാണുന്നു. കരിയറിൽ പുരോഗതി നേടാൻ ഈ ദിവസം സഹായകമാകും. വളരെ കാലമായി കാണാതിരുന്ന സുഹൃത്തുക്കളുമായി വീണ്ടും ഒന്നിക്കാനും സന്തോഷം പങ്കിടാനും അവസരങ്ങൾ ലഭിക്കും. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. തൊഴിൽ മേഖലയിൽ നിലനിന്നിരുന്ന ബുദ്ധിമുട്ടുകൾക്കും ക്ലേശങ്ങൾക്കും അനുകൂലമായ പരിഹാരങ്ങൾ ഉണ്ടാകും. കഠിനാധ്വാനവും പ്രയത്നങ്ങളും ഫലം കണ്ട് വിജയത്തിലേക്ക് വഴി തുറക്കുന്നതാണ്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ.വി. 9746812212.